സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ഒരു സ്റ്റോറി ടെല്ലിംഗ് ത്രൂ സോങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യൂട്യൂബ് ലിങ്ക് നിങ്ങളുടെ മൊഡ്യൂൾ 3-ൽ 14th യൂണിറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡോളി പാർട്ടൻ്റെ കോട്ട് ഓഫ് മെനി കളേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന്. സോ അതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഉണ്ട്. വെരി ബ്യൂട്ടിഫുൾ സോങ് ആണ്. അതിനകത്ത് അവരുടെ തന്നെ നമ്മുടെ ഡോളി പാർട്ടൻ്റെ തന്നെ സ്റ്റോറിയാണ്, ലൈഫിലെ തന്നെ സ്റ്റോറിയാണ് പറഞ്ഞു പോയേക്കുന്നത് ഈ ഒരു സോങ്ങിൻ്റെ രൂപത്തിൽ. സോ നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഇപ്പോൾ ഡോളി പാർട്ടൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കൺട്രി സിംഗർ, സോങ് റൈറ്റർ ആൻഡ് സ്റ്റോറി ടെല്ലറാണ്. ടെന്നസി എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത്. ഒരു പുവർ ഫാമിലിയിലായിരുന്നു ഇവർ വളർന്നത്. സോ ഇവരുടെ സോങ്സിനകത്തൊക്കെ ഓട്ടോബയോഗ്രഫിക്കൽ എലിമെൻസും അവർ അനുഭവിച്ച ഹാർഡ്ഷിപ്സിനെ കുറിച്ചും ഒക്കെ ഫെയ്ത്തിനെ കുറിച്ചും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ സ്റ്റോറി ടെല്ലിങ് മ്യൂസിക്കുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇവർ സോങ്സ് എഴുതുന്നത്. അപ്പോൾ ഒരു ഓറൽ നറേറ്റീവാണ് ഇവർക്ക് നമുക്ക് പഠിക്കാനുള്ള ഇവരുടെ ഈ ഒരു സോങ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോട്ട് ഓഫ് മെനി കളേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു സിഗ്നേച്ചർ സ്റ്റോറി സോങ് ആണ് കേട്ടോ. അവരുടെ റിയൽ ചൈൽഡ്ഹുഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷൻ നോക്കാം. സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് സ്റ്റാൻസാസ് കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലിറിക്സ് കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഈ ലിങ്ക് എടുത്തിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അവർ ലിറിക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര സ്റ്റാൻസാസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 സ്റ്റാൻസാസ് ആണ് ഇപ്പോൾ ഒരു ഈ സ്റ്റോറി സോങ്ങിന് ഉള്ളത്. കോട്ട് ഓഫ് മെനി കളേഴ്സ് ബൈ ഡോളി പാർട്ടൺ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് സ്റ്റാൻസ 1-നകത്ത് എക്സ്പ്ലനേഷൻ നോക്കാം. സ്പീക്കർ ശരിക്കും പറഞ്ഞാൽ ചൈൽഡ്ഹുഡിനെ നൊസ്റ്റാൾജിക്കലി ഒന്ന് ചിന്തിക്കുവാണ്, ഒന്ന് ഓർത്തെടുക്കുവാണ്. മെമ്മറി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ നറേറ്റീവ് ഡിവൈസ് എന്ന് പറയുന്നത്. റിമെമ്പർ ചെയ്തെടുക്കുവാണ് ചൈൽഡ്ഹുഡിലെ ഓരോ കാര്യങ്ങളെല്ലാം. സോ പോവർട്ടിയെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റാൻസ 1-നകത്ത്. എന്ന് വെച്ചാൽ ഫാമിലിക്ക് ക്ലോത്ത്സ് ഒന്നും വലുതായിട്ടില്ലായിരുന്നു. അപ്പോൾ പഴം തുണികൾ അല്ലെങ്കിൽ റാഗ്സ് എന്ന് പറയത്തില്ലേ, അതായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ബോക്സിനകത്ത് ഫുള്ള് പഴം തുണികളായിരുന്നു ഗിവൺ ടു ദിസ് ഫാമിലി ബൈ ദി റിച്ച് പീപ്പിൾ. സോ അമ്മയുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചും കെയറിനനുസരിച്ച് ഈ പഴം തുണികളെല്ലാം അമ്മ പല കോട്ട് ഓഫ് കളേഴ്സ് ആക്കി മാറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കീറിയ തുണികളാണല്ലോ. അപ്പോൾ ആ കീറിയ തുണികളെല്ലാം വെച്ചൊരു കളർഫുൾ കോട്ട് അല്ലെങ്കിൽ കളർഫുൾ ഡ്രസ്സാണ് ഇവർക്ക് അമ്മ എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. സ്റ്റാൻസ 2-നകത്ത് പറയുന്നത് ഈ കളർഫുൾ റാഗ്സ് അല്ലെങ്കിൽ ഈ പഴംതുണികളെന്ന് പറയുന്നത്, കീറിയ തുണികളെന്ന് പറയുന്നത് കളർഫുൾ ആണ്, പക്ഷേ ചെറുതാണ് ഈ തുണികളെല്ലാം. അപ്പോൾ കുട്ടികൾക്ക് വിൻ്റർ സീസണിൽ പ്രോപ്പർ ക്ലോത്തിങ് ഒന്നും ഇല്ല. അതായത് ആ പോവർട്ടിയെക്കുറിച്ചാണ് കാണിക്കുന്നത്. അവർക്കത് ക്ലോത്ത്സ് മേടിക്കാനൊന്നും പറ്റില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോയേക്കുവാണ്. ഒരു സെൽഫ് പിറ്റി പോലെ, അതായത് ഒരു മെറ്റീരിയൽസ് ഒന്നും ഇവർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു പോവുകയാണ്. സ്റ്റാൻസ 3-കകത്ത് അമ്മ എന്ത് ചെയ്യുവാണ്, ഈ സ്ക്രാപ്സ് വെച്ചിട്ട് ഈ തുണികളെല്ലാം കൂടെ ട്രാൻസ്ഫോം ചെയ്ത് സംതിങ് മീനിങ് ഫുൾ ആക്കി മാറ്റി പിള്ളേർക്ക് ഇടാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത് അമ്മ തന്നെയാണ് കൈകൊണ്ട് തുന്നുന്നത്. അപ്പോൾ പല ക്ലോത്ത്സിൽ നിന്നായതുകൊണ്ട് തന്നെ ഒരു കളർഫുൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കും ഇവർക്ക് കിട്ടുന്നത് ഇടാൻ. അപ്പോൾ കോട്ട്, ഈ അമ്മ ഉണ്ടാക്കുന്ന ഈ സ്റ്റിച്ച് ചെയ്യുന്ന കോട്ട് എന്ന് പറയുന്നത് എന്താണ്, മൈ മമ്മ എന്നാണ് പറഞ്ഞേക്കുന്നത്. മൈ മമ്മ സ്യൂതി റാഗ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ തുന്നുന്നത് അമ്മയാണ്. അപ്പോൾ ഈ കോട്ട് എന്ന് പറയുന്നത് അമ്മയുടെ ഒരു ലവ് ആൻഡ് സാക്രിഫൈസ് ആണ് കാണിക്കുന്നത്. കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. എന്ന് വെച്ചാൽ പല ടൈപ്പ് അവർക്കൊരു വെറൈറ്റി ക്ലോത്ത്സ് കിട്ടുവാണ്. അമ്മ തന്നെ കൈകൊണ്ട് തച്ചിടുന്ന തച്ച് തരുന്ന ക്ലോത്ത് ആയതുകൊണ്ട് അവർക്ക് ഷെയിംഫുൾ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ദേ ഫീൽ സോ പ്രൗഡ്. അപ്പോൾ ഇവിടെ ലവിനെ ഇവിടെ ക്രിയേറ്റീവായിട്ട് കാണിച്ചിരിക്കുകയാണ്. ആൻഡ് സ്റ്റാൻസ 4-നകത്ത് പറയുന്നത് അമ്മ ഒരു ബിബ്ലിക്കൽ സ്റ്റോറി, ബൈബിളിലെ ഒരു സ്റ്റോറി ഓഫ് ജോസഫ് നറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കുട്ടികൾക്ക് ഈ തുന്നുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ. അതായത് അദ്ദേഹത്തിന് ഒരുപാട് കളർ കോട്ടായിരുന്നു അദ്ദേഹം ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കോട്ടിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ ബൈബിളിലും ഇങ്ങനെയുള്ള ആളുകൾ ബൈബിളിൽ ഇങ്ങനെ ഈ പലതരം കളർഫുൾ ക്ലോത്ത്സ്, അതായത് ഇവിടുന്നും ഒക്കെ തുന്നി വെച്ച ക്ലോത്ത്സ് ഒക്കെ ബൈബിളിലെ ക്യാരക്ടേഴ്സും ഒക്കെ ധരിക്കുമായിരുന്നു എന്ന് അമ്മ ഒരു മോറൽ സ്റ്റോറി പോലെ കുട്ടികൾക്ക് വിഷമമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുവാണ്. ആൻഡ് സ്റ്റാൻസ 5-നകത്ത് അമ്മ ഒരു ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂ ആണ് കോട്ടിന് കൊടുക്കുന്നത്. അതായത് ഒരു ബ്ലെസ്സിങ് പോലെയാണ് കുട്ടികൾക്ക് ഈ കോട്ടിനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ധരിക്കാൻ വേണ്ടി കുട്ടികൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ, ആ ഒരു മെറ്റേണൽ അഫെക്ഷനാണ് ഈ കോട്ടിനകത്ത് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഹോപ്പ്. സ്റ്റാൻസ 6-നകത്തും എന്താണ് പറയുന്നത്, ഈ ഒരു ഇമോഷണൽ റിച്ച്നെസ്സിനെ കുറിച്ചും കുട്ടികളുടെ ആ ഒരു അഭിമാന നിമിഷത്തിനെ കുറിച്ചും പറയുന്നു. അതായത് കുട്ടികൾക്ക് ഈവൻ ദോ ദേ ആർ പുവർ, ദ ചൈൽഡ് ഫീൽസ് വെരി റിച്ച് വെയറിംഗ് ദീസ് കോട്ട്സ്. അപ്പോൾ ഈ വെൽത്തിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ലവ് ആൻഡ് ഹാപ്പിനെസ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ട്രൂ വെൽത്ത് എന്ന് വെച്ചാൽ ഇമോഷണൽ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഹാപ്പിനെസ് ആണ് ട്രൂ വെൽത്ത് എന്ന് പറയുന്നത്, അല്ലാതെ മെറ്റീരിയൽ ഹാപ്പിനെസ് അല്ല എന്ന് പറയുവാണ്. സ്റ്റാൻസ 7-നകത്തും കുട്ടി സ്കൂളിൽ പോവുകയാണ്.
എന്താണ്, അപ്പോൾ ആ ക്ലോതിങ് ഉണ്ടല്ലോ, അവരുടെ ആ ക്ലോതിങ് വെച്ചിട്ടാണ് കുട്ടികളെ ഇവർ സോഷ്യൽ സ്റ്റേറ്റസ് വെച്ച് അളക്കുന്നത് അല്ലേ. അപ്പം എന്താണ്, ആ ഇങ്ങനെയുള്ള പല ക്ലോത്ത്സ് വെച്ച് തുന്നി കെട്ടിയല്ലേ അവർ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ എന്ത് ചെയ്യും, ഇവരെ കളിയാക്കാനും ജഡ്ജ് ചെയ്യാനും നിൽക്കും. അപ്പോൾ ഒരു സോഷ്യൽ റിയാലിറ്റി കുട്ടികൾ മനസ്സിലാക്കുകയാണ് സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലേ. അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ജഡ്ജ്മെന്റ് തുടങ്ങും. വീട്ടിലെന്ന് വെച്ചാൽ ലവ് ആൻഡ് അഫെക്ഷൻ വാംത്ത് ആണുള്ളത്. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ സ്കൂളെന്ന് പറയുമ്പോൾ എന്താണ്, സൊസൈറ്റിയാണ്. അപ്പോൾ സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ബാക്കിയുള്ള കുട്ടികൾ ഇവരുടെ ഡ്രസ്സിനെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും അല്ലേ, ക്രിട്ടിസൈസ് ചെയ്യാനും കളിയാക്കാനും തുടങ്ങും. സ്റ്റാൻസ 8 പറയുന്നത് എന്താണ്, കുട്ടികൾ, അതായത് ഈ വീട്ടിലെ കുട്ടികൾ അല്ലെങ്കിൽ ഈ ചൈൽഡ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് കളിയാക്കലുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ റിഡിക്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, സൊസൈറ്റി അപ്പിയറൻസിനും മെറ്റീരിയൽ വെൽത്തിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കുട്ടിക്ക് എന്താണ്, ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് ആ സൊസൈറ്റിയുടെ ക്രൂവൽറ്റിയും ആ ഒരു റിച്ച് ആൻഡ് പുവർ ഡിവിഷനാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് സ്റ്റാൻസ 9 കുട്ടി എന്താണ്, വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്ന് വെച്ചാൽ, അമ്മ തയ്ച്ചു തന്ന കോട്ട്, വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു കോട്ട്, ബൈബിളിൽ പോലും ക്യാരക്ടേഴ്സ് ഇട്ടിട്ടുള്ള ഒരു കോട്ട്, അതിട്ട് ഞാൻ സ്കൂളിൽ പോയപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കുന്നു, വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ആ ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ് കുട്ടി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരുടെ റിയാക്ഷൻ കണ്ട്. അപ്പം കുട്ടി ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അമ്മ തയ്ച്ചു തന്ന കോട്ട് അല്ലെങ്കിൽ ആ ഒരു ലവ് ആൻഡ് വാംത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദാൻ മെറ്റീരിയൽ വർത്ത്. അപ്പോൾ ആ കോട്ടിൻ്റെ ഇമോഷണൽ സിഗ്നിഫിക്കൻസ് ആണ് ഇവിടെ പറയുന്നത് അല്ലേ. ആ ഒരു ഇന്നസെൻസും സൊസൈറ്റിയുടെ ആ ഒരു ഹാർഷ് ജഡ്ജ്മെൻറ്റുമാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. സ്റ്റാൻസ 10 കുട്ടി പറയുന്നുണ്ട്, അമ്മയുടെ സ്റ്റോറി പറയുന്നുണ്ട്, ബൈബിളിലും ഇതുപോലെയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് അമ്മ പറഞ്ഞ സ്റ്റോറി കുട്ടി അവിടെ വീണ്ടും പോയി റീടെൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോട്ടിനെ ഈ കുട്ടി മോർ വാല്യുബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്തത് ദാൻ എക്സ്പെൻസീവ് ക്ലോത്ത്സ് അല്ലേ. കുട്ടി അവിടെ കുട്ടിയുടെ ആ ഒരു ഡിഗ്നിറ്റി ഒന്ന് അസേർട്ട് ചെയ്യാൻ ശ്രമിക്കുവാണ്. ഡിഫൻസ് മെക്കാനിസം പോലെ ഈ ഒരു സ്റ്റോറി ഒന്നുകൂടെ പറയുവാണ് അവിടെ പോയിട്ട്. സ്റ്റാൻസ 11 പിന്നെ പറയുന്നത്, ബാക്കിയുള്ളവർക്ക് പക്ഷേ ഈ സ്റ്റോറിയുടെ ഇമോഷണൽ റിച്ച്നെസ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഒരു സ്ട്രോങ് ഫിലോസഫിക്കൽ മെസ്സേജാണ് സ്റ്റാൻസ 11 നമ്മുടെ റൈറ്റർ പറയുന്നത്. വൺ ഇസ് ഓൺലി പുവർ ഇഫ് ദേ ചൂസ് ടു ബി എന്നുള്ളത് ഒരു മോറൽ ഇൻസൈറ്റ് കുട്ടി എക്സ്പ്രസ് ചെയ്യുവാണ്. അതായത് ഒരു സ്ട്രോങ് ഫിലോസഫിക്കൽ മെസ്സേജാണ് ഇന്നർ വെൽത്തിനെ കുറിച്ചുള്ള. അപ്പോൾ നൗ ഐ നോ വി ഹാഡ് നോ മണി സ്റ്റാൻഡ്സ് അറ്റ് 12. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി അഡൾട്ടായി മാറുന്നത്. ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ളവർ കളിയാക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ആ കുട്ടിക്ക് അവിടെ ആ ഇന്നസെൻസ് പോയി ആ ഒരു അഡൾട്ട് റിയാക്ഷൻ പെട്ടെന്ന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടി വിചാരിച്ചിരുന്നത് ഷീ വാസ് റിച്ച് എന്നാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി എന്താണ്, അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഒരു വിസ്ഡത്തിലൂടെ ഈ കുട്ടിക്ക് എക്സ്പീരിയൻസ് കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് വരുന്ന മേജർ തീംസ് എന്ന് പറയുന്നത് പോവേർട്ടിയും വെൽത്തും തമ്മിലുള്ളതാണ്. അതായത് പോവേർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു മെറ്റീരിയൽ പോവേർട്ടി, സാധനങ്ങൾ കയ്യിൽ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇവർക്ക് ഇമോഷണൽ റിച്ച്നെസ് ഈ കുട്ടിയുടെ ഫാമിലിക്ക് കൂടുതലാണ് അല്ലേ. ട്രൂ വെൽത്ത് എന്ന് പറയുന്ന ലവിലാണ്, നോട്ട് ഇൻ മണി. പിന്നെ അമ്മയുടെ ലവ് ആൻഡ് സാക്രിഫൈസ് ആണ് അനദർ തീം എന്ന് പറയുന്നത്. അമ്മയുടെ ലവ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആണ്. ഈ കോട്ട് എന്ന് പറയുന്നത് അമ്മയുടെ കെയറിൻ്റെ മറ്റൊരു സിമ്പലാണ്. പിന്നെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആ ഒരു പവർ കാണിക്കുന്ന ബിബ്ലിക്കൽ സ്റ്റോറിയുടെ കാര്യം പറയുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇന്നസെൻസും സോഷ്യൽ റിയാലിറ്റി. കുട്ടിയുടെ ഇന്നസെൻസ് കുട്ടി പിന്നെ സ്കൂളിൽ പോയപ്പോഴേ അതെല്ലാം മാറി ഒരു അഡൾട്ടായിട്ട് അതിന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലായി, നമ്മൾ പൂറാണെന്നുള്ള കാര്യം. അതായത് സൊസൈറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അപ്പിയറൻസിനാണെന്ന് ആ കുട്ടി ആ ഒരു ഹാർഷ് റിയാലിറ്റി ആ കുട്ടി എവിടെ വെച്ചാൽ സ്കൂളിൽ വെച്ച് തന്നെ ഷീ റിയലൈസസ് ദാറ്റ് അല്ലേ. പിന്നെ ആൻഡ് ഓൾസോ ഈ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയുടെ ഡെഫിനേഷൻ ഓഫ് പോവർട്ടിയെ ഈ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, റിജക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ആ കുട്ടി പറഞ്ഞത് സ്റ്റാൻസ 11 വൺ ഇസ് ഓൺലി പുവർ ഇഫ് ദേ ചൂസ് ടു ബി. ഞാൻ പൂറാണെന്ന് എനിക്ക് തോന്നിയാലേ എനിക്ക് എന്താണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, ഞാൻ പൂറാണെന്നുള്ള കാര്യം എൻ്റെ മനസ്സിൽ തോന്നണം. അല്ലാതെ സൊസൈറ്റി പറഞ്ഞാലൊന്നും ഞാൻ പൂറാവത്തില്ല എന്നുള്ളൊരു മോറൽ ഇൻസൈറ്റ് ആണ് ആ കുട്ടി, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജാണ് ആ കുട്ടി അതിനകത്ത് പറയുന്നത്. ആൻഡ് അതായത് വാട്ട് അതേഴ്സ് വിൽ സേ അബൌട്ട് മീ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഇസ് നോട്ട് മൈ പ്രോബ്ലം. ഓക്കെ, ഇഫ് ഐ ചൂസ് ടു ബി പുവർ അല്ലെങ്കിൽ ഇഫ് ഐ വാണ്ടഡ് ടു ബി, അല്ലെങ്കിൽ എന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഇസ് ഓൺലി പുവർ ഇഫ് ദേ ചൂസ് ടു ബി. ആ ഒരു മോറൽ ഇൻസൈറ്റ് ആണ് ഈ കുട്ടി ഇതിനകത്തുനിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ കുട്ടിയുടെ ആ ഒരു ഡിഗ്നിറ്റി, ഹ്യൂമിലിയേഷൻ നേരിട്ടിട്ട് പോലും ആ കുട്ടി ആ ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ ഐഡന്റിറ്റി അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അപ്ഹോൾഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ത്രൂ ദാറ്റ് ബിബ്ലിക്കൽ സ്റ്റോറി. ഇമോഷണൽ സ്ട്രെങ്ത് ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു സിമ്പിൾ ചൈൽഡ്ഹുഡ് ഇൻസിഡൻറ്റിനെ ഒരു യൂണിവേഴ്സൽ ലെസൺ അബൌട്ട് ലവ്, ഡിഗ്നിറ്റി ആൻഡ് വാല്യൂസ് ആണ് ഡോളി പാർട്ടൺ ഇവിടെ ഇമ്പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിച്ച്നെസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് നോട്ട് ഇൻ വാട്ട് വി വെയർ ബട്ട് വാട്ട് ഈസ് ഇൻസൈഡ് അസ് എന്നുള്ളതാണ് ആര് പറയുന്നത് ഇവിടെ, ഡോളി പാർട്ടൺ പറയുന്നത്.